ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി നൂഡിൽസിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് ഡിന്നർ ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ഒരു മുട്ടയും ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാലും മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാനും ശ്രമിക്കണം. ഞാനിവിടെ 6 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഫസ്റ്റ് 3 ചപ്പാത്തിയെ കാണിച്ചിട്ടുള്ളൂ. 6 ചപ്പാത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ട് വേണ്ട കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ചപ്പാത്തി ബാക്കി വന്നതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയ ചപ്പാത്തി വേണമെങ്കിലും വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതാവുമ്പോൾ 3 തന്നെ കറക്റ്റ് മതി. ഇത് വീട്ടിൽ തയ്യാറാക്കിയത് ചെറുതാണല്ലോ, അതുകൊണ്ട് തന്നെ 6 എടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതിലിപ്പോ സബോള 2 എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പൊ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടാ, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ചപ്പാത്തി കൂടുതലുള്ളതിനനുസരിച്ചിട്ട് എഗ്ഗിന്റെ എണ്ണം കൂട്ടണം. അത് കുറവാണെന്നുണ്ടെങ്കിൽ എഗ്ഗിന്റെ എണ്ണം 2 ആയാലും കുഴപ്പമില്ല കേട്ടാ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ സബോള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇതൊന്ന് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. സബോള ഇപ്പൊ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ മൂടി വെക്കാണ്ട ഞാൻ ചെയ്യാറ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാട്ടെ. ഞാനിപ്പോ എന്റെ അളവിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി അതിന്റെ ഒരു പച്ചമണം മാറി വരുന്നവരൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരിയാണ്, സാധാ മുളകാണെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ മതി. ഇനി 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് പോരാന്ന് തോന്നിയപ്പോ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അതൊന്ന് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എഗ്ഗ് ഞാൻ 3 ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കാതെ തന്നെ അങ്ങനെ മൂടി വെക്കാണ്ട ചെയ്യുന്നത്. എഗ്ഗ് ഒന്ന് ചെറിയ പീസുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഒപ്പം തന്നെ ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോ എഗ്ഗും മസാലപ്പൊടികളും ആ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി കൂടി ഇട്ട് കൊടുക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ചപ്പാത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അധികം വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാം അത്യാവശ്യം വെന്തതാണ്, ചപ്പാത്തിയും വെന്തിട്ടുള്ളതാണ്. അപ്പൊ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോ നമുക്ക് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല, മുട്ട ഉണ്ടായിരുന്നാൽ മതി. പിന്നെ സബോളയും പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. പിന്നെ ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാട്ട്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ ഈ ഒരു ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്. വളരെ ഈസിയാണ്. എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം. അപ്പൊ ബാക്കി വന്ന ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടത്. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഈ ചപ്പാത്തി നൂഡിൽസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്